السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ വിധിവിലക്കുകളും മര്യാദകളും ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ കിതാബിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് റമദാൻ മാസം അത് ഇസ്തിഗ്ഫാറിന്റെ തെറ്റുകൾ പുറത്തു തരാൻ റബ്ബിനോട് ചോദിക്കുന്നതിന്റെ മാസമാണ് എന്നുള്ള വിഷയമാണ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ഇവിടെ കൊടുക്കുന്നത് റമദാനു ഷഹ്റു തൗബത്തി വൽ ഗുഫ്റാൻ, റമദാൻ തൗബയുടെ തെറ്റുകൾ പുറത്തു തരുന്നതിന്റെ മാസമാണ്. നമ്മൾ പൊറുക്കൽ ആവശ്യപ്പെട്ടാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റുകൾ പുറത്തു തരുന്ന, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ പൊറുക്കലിനെ തേടൽ, അത് ആവശ്യപ്പെടൽ. ഗുഫ്റാൻ എന്ന് പറഞ്ഞാൽ അത് പുറത്തു തരൽ. അപ്പൊ തെറ്റുകൾ പുറത്തു തരുന്ന മാസമാണ് റമദാൻ മാസം എന്നുള്ളതാണ് അടുത്ത വിഷയം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിന്റെ ചുരുക്കം, മറ്റ് ഏത് സന്ദർഭങ്ങളിലും ഒരടിമയുടെ തെറ്റുകൾ പുറത്തു തരുന്നതിനേക്കാൾ കൂടുതൽ വഴികൾ, കൂടുതൽ എളുപ്പങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ ഒരടിമയ്ക്ക് തെറ്റുകൾ പുറത്തു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും അവന്റെ അടിമകളോട് അവനിലേക്ക് പാപമോചനം തേടാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ചോദിക്കാൻ കൽപ്പിക്കുകയും അവർക്കത് പുറത്തു തരാമെന്ന് പ്രത്യേകം വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. പക്ഷെ ഇതേ കാര്യം തന്നെ റമദാൻ മാസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ വഴികൾ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇവിടെ കൊടുത്തതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റവും നല്ല സത്യസന്ധമായ തൗബ ചെയ്ത് അവനിലേക്ക് മടങ്ങുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരും. അതുപോലെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവിലുള്ള, മൊത്തത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തതുപോലെ തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനുകളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങൂ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. ഞാൻ ഒരു ദിവസം അള്ളാഹുലേക്ക് 100 തവണ തൗബ ചെയ്യാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച ആ ഒരു സംഭവം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ തൗബ അത് എത്രത്തോളം അവന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. ആ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്, ഒരടിമ അവൻ ഒരു ഒട്ടകപ്പുറത്തൂടെ സഞ്ചരിക്കുകയും അങ്ങനെ ആ ഒട്ടകം അവനിൽ നിന്ന് കുതറി ഓടുകയും ആ ഒട്ടകപ്പുറത്ത് ഇവന്റെ എല്ലാ യാത്രയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയും അങ്ങനെ ഈ ഒട്ടകത്തെ ഇവൻ പിന്നാലെ ഓടി നടന്ന് അന്വേഷിച്ച് ഇവനത് കിട്ടാതെ നിരാശനായി തളർന്ന് മരണം പ്രതീക്ഷിച്ചു
ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയും അങ്ങനെ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ആ ഒട്ടകം അവന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരടിമയ്ക്കുണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമ അവനിലേക്ക് തൗബ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഈ ഒരു ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് തൗബയുടെ പ്രാധാന്യം, അതിന്റെ നമ്മൾ എത്രത്തോളം ആ തൗബയിലേക്ക് ആവശ്യക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാം നമ്മൾ ഓരോരുത്തരും മനുഷ്യരെന്ന നിലയ്ക്ക് മാനുഷികമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ ദിനേന എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റുകൾ നമ്മൾക്ക് പൊറുപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മൾ ഇസ്തിഗ്ഫാർ തേടിയിട്ടില്ലെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ തെറ്റുകൾക്ക് കൊണ്ടുണ്ടാവുന്ന, ഈ തെറ്റുകൾ കാരണമായി ഉണ്ടാകുന്ന അതിന്റെ അനന്തരഫലങ്ങൾ അത് വളരെ ഗുരുതരമായ അനന്തരഫലങ്ങളാണ്, നിസ്സാര വിഷയമല്ല. നമ്മൾ ഇന്നലെ തൗബയുടെ ഗുണങ്ങളായിട്ട് നമ്മൾ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞ കാര്യം ആയത്തിൽ നമ്മൾ വായിച്ചതാണ് അല്ലെ. മഴ തടയപ്പെടാൻ കാരണമാകുന്നത് നമ്മുടെ തെറ്റുകളാണ്. ഇസ്തിഗ്ഫാർ ചെയ്യാത്ത, തൗബ ചെയ്ത് മടങ്ങാത്ത തെറ്റുകളാണ് ഒരു നാട്ടിൽ നിന്ന് മഴ തടയപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ചെടികൾ മുളയ്ക്കുന്നതിന്, അതുപോലെ തന്നെ നദികൾ ഒഴുകുന്നതിന്, സമ്പത്ത് ഉണ്ടാകുന്നതിന്, സന്താനങ്ങൾ ഉണ്ടാകുന്നതിന്, ഇതിനൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി മാറുന്നത് ഇസ്തിഗ്ഫാർ ചെയ്യാത്ത, തൗബ ചെയ്ത് മടങ്ങാത്ത തെറ്റുകളാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ അത് വിശദീകരിക്കുന്നു. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിട്ടാണ്. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ, നിങ്ങളുടെ മോശം പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിട്ടാണ് എന്ന് മാത്രമല്ല, വയഅഫു അൻ കസീർ, അള്ളാഹു എല്ലാ മോശത്തിനും എല്ലാ ഹറാമിനും അനന്തരഫലം നിശ്ചയിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നോ നശിച്ചു പോയിട്ടുണ്ടാവും, ഞാനും നിങ്ങളൊക്കെ അടക്കം ഓരോരുത്തരും. പക്ഷെ അള്ളാഹു ഒരുപാട് തിന്മകൾ വിട്ടുതരുന്നുണ്ട്. എന്നുവെച്ചാൽ അനന്തരഫലം നിശ്ചയിക്കാതെ, അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ദുനിയാവിൽ തന്നെ അള്ളാഹു കണക്കാക്കാതെ ഒരുപാട് തിന്മകളെ നമ്മൾക്ക് അള്ളാഹു വിട്ടുതരുന്നുണ്ട്, പുറത്തു തരുന്നുണ്ട്. ആ തിന്മകളിൽ ചിലതിന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അനന്തരഫലം നിശ്ചയിച്ചത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ മുസീബത്തുകളും പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല കാര്യങ്ങൾ. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞതുപോലെ ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, അദ്ദേഹത്തിന്റെ അമ്ര്, അദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എതിരാകുന്ന ആളുകൾ അവർ പേടിച്ചു കൊള്ളട്ടെ. അള്ളാഹു പറയാം, അവർ പേടിച്ചു കൊള്ളട്ടെ. എന്തിനെ പേടിക്കുന്ന? അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്കൊരു ഫിത്ന ബാധിക്കുന്നത്. ഫിത്നയെ സംബന്ധിച്ച് ഇമാം അഹ്മദ് വിശദീകരിക്കുന്നത് ഹൃദയം അതിലൊരു വഴികേട് പ്രവേശിക്കുന്നതാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്യും? ആ വഴികേടിലൂടെ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ, ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ ആയിത്തീരും. എന്ത് കാരണത്താൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരായി എന്നുള്ള, അതാണല്ലോ തിന്മ എന്ന് പറഞ്ഞാൽ, അതാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മൾ കൽപ്പിച്ചു, നിർബന്ധമാക്കി, നമ്മളത് ചെയ്തില്ല, അപ്പൊ അതൊരു തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞു, ഹറാമാണ് എന്ന് പറഞ്ഞു വിലക്കി, നമ്മളത് ചെയ്തു. അതന്നെയാണല്ലോ തിന്മ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യുന്നവർ, അവർക്കൊരു ഫിത്ന ബാധിക്കുന്നതിനെ തൊട്ട് പേടിക്കട്ടെ. എന്താണ് ഫിത്ന? ഖൽബ് എന്ത് ചെയ്യും? ഈമാനിൽ നിന്ന്, തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് ശക്തമായ വേദനയുള്ള ശിക്ഷ. അത് പിന്നെ ആഖിറത്തിൽ,
ദുനിയാവിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് ഒരാൾ എതിരായി കഴിഞ്ഞാൽ അതിന് ശക്തമായ അനന്തര ഫലങ്ങളുണ്ട്. പേടിപ്പെടുത്തുന്ന, ഗൗരവമുള്ള, ഒരാളെ ഹിദായത്തിൽ തന്നെ തെറ്റിക്കാൻ മാത്രം പോന്ന വലിയ അനന്തര ഫലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരാവുന്നതിലുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു മറ്റൊരായത്തിൽ പറയുന്നത് വലാ യസാലുൽ ലദീന കഫറു തുസീബുഹും ബിമാ സനഉ ഖാരിഅത്തുൻ ഔ തഹല്ലു ഖരീബൻ മിൻ ദാരിഹിം ഹത്താ യഅതിയ വഅദുല്ലാഹ്. എന്നുവെച്ചാല് കാഫിറുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് പല വലിയ ദുരിതങ്ങളും സംഭവിച്ച് അവർക്ക് ബാധിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് തൊട്ടടുത്ത്, അവരുടെ വീടുകളിൽ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എന്നുള്ള പറയും. എന്നുവെച്ചാൽ അവരുടെ തിന്മകൾക്കുള്ള അനന്തര ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ദുരിതങ്ങൾ, അപകടങ്ങൾ, മറ്റ് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിശ്ചയിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഷേഖ് പറയുന്ന കാര്യം, ദുനിയാവിലും ആഖിറത്തിലും എന്തൊരു ഷർറുണ്ടോ, എന്തൊരു പ്രയാസമുണ്ടോ, അതിനെല്ലാത്തിനും പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാം ഓരോരുത്തരും ചെയ്ത മോശം പ്രവർത്തനങ്ങളല്ലാതെ പിന്നെന്താണ് എന്ന് അദ്ദേഹം ചോദിക്കാം. ഈ കിതാബിന്റെ എഴുത്തുകാരനായ, ഗ്രന്ഥകാരനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ അദ്ദേഹം പറയാണ്, ഈ ദുനിയാവിലെ ആകാശഭൂമികളിൽ എന്തൊരു പ്രയാസമുണ്ട്, എന്തൊരു ഷർറുണ്ടോ, അതിന് നമ്മുടെ തിന്മകളല്ലാതെ മറ്റെന്താണ് അതിന് കാരണം എന്ന് അദ്ദേഹം ചോദിക്കാം. അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ പറയാം. നൂഹ് അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു പോവുകയും വളരെ ചുരുക്കം ജീവജാലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്തത് മനുഷ്യരുടെ തിന്മകൾ കാരണത്താലാണ്. അതുപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാമയുടെ ഗോത്രക്കാർ, ആദ് സമൂഹം, ആ നാട്ടിലുള്ള എല്ലാ ആളുകളും മരിച്ച് നാമാവശേഷമായി തീർന്നത് അവരുടെ തെറ്റുകൾ കാരണമാണ്. അതുപോലെ തന്നെ ഓരോ സമൂഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു നൽകിയ ശിക്ഷകളെ സംബന്ധിച്ച് ഇവിടെ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞിട്ട് ഷെയ്ഖ് പറയുന്നത്, ഇതൊക്കെ ആ സമൂഹത്തിലെ ആളുകൾ ചെയ്ത തിന്മകൾ കൊണ്ടല്ലാതെ പിന്നെ എന്ത് കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് ഷെയ്ഖ് ചോദിക്കാം. അല്ലെ, ലൂത്ത് അലൈഹിസ്സലാമയുടെ സമൂഹം അവർ സ്വവർഗരതിയിൽ ഏർപ്പെട്ടപ്പോൾ അവരുടെ സമൂഹത്തിന് അള്ളാഹു തലകീഴായി മറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഫിർഔനെയും കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നു. അതുപോലെ തന്നെ ഖാറൂനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഇങ്ങനെ ഓരോ ആളുകൾക്കും, ഓരോ സമൂഹങ്ങളിലേക്കും, ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് നൽകപ്പെട്ട ശിക്ഷകളൊക്കെയും അവരുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ തിന്മകളുടെ അനന്തര ഫലങ്ങളായിട്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ തിന്മകൾ എന്നുള്ളത് അതിന് ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും നീണ്ടു നിൽക്കുന്ന വലിയ ഗുരുതരമായ അനന്തര ഫലങ്ങളുണ്ട്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഫകുല്ലൻ അഖദ്നാ ബിദംബി, ഓരോരുത്തരെയും നാം പിടികൂടി. എന്ത് കാരണത്താൽ? അവരുടെ തിന്മകൾ കാരണത്താൽ. അള്ളാഹു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അവർ ചെയ്ത തിന്മകൾ കാരണത്താൽ നാം അവരെ പിടികൂടി. എന്നുവെച്ചാൽ അവരുടെ തിന്മകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷയ്ക്ക് കാരണമായി, സബബായി നിശ്ചയിച്ചത്. അള്ളാഹു ഓരോരുത്തർക്കും നൽകിയ ശിക്ഷകളെ പറ്റി എന്ത് എടുത്തു പറയാം. ചിലരിലേക്ക് വലിയ കൊടുങ്കാറ്റിനയച്ചു, ചിലരെ ഭൂമി ആഴ്ത്തിക്കളഞ്ഞു, ചിലരെ മുക്കിക്കളഞ്ഞു. ഇതൊക്കെ എന്നിട്ട് അള്ളാഹ് പറയും വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, ഇതൊന്നും ഒരിക്കലും അള്ളാഹു അവരോട് ദുൽമായിട്ട്, അതിക്രമമായിട്ട്, വെറുതെ അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ചെയ്തൊന്നുമല്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ,
അവര് തന്നെയാണ് അവർ സ്വന്തത്തോട് ദുൽമ ചെയ്തത്. എന്നുവെച്ചാൽ അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തരഫലം മാത്രമാണ്. അതും അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ മുഴുവൻ അനന്തരഫലവും ഇല്ല. നേരത്തെ പറഞ്ഞു വയഅഫു അൻ കസീർ, ഒരുപാട് തിന്മകളുടെ അനന്തരഫലം അള്ളാഹു അത് നൽകാതെ പുറത്തു കൊടുക്കുന്നുണ്ട്, വിട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് അത്രയും വലിയ ശിക്ഷ കിട്ടാൻ മാത്രം അവര് അർഹരായി തീർന്നിട്ടുണ്ടെങ്കിൽ അവർ എത്രയും വലിയ തോന്നിയാസികളായിരിക്കും, എത്രയും വലിയ ഹറാമുകൾ, എത്രയും ഗുരുതരമായ തിന്മകളിൽ അവർ മുഴുകിയ ആളുകളായിരിക്കും. അല്ലേ? നൂഹ് അലൈഹി ഇസ്ലാമിനെ മുക്കിക്കൊന്ന, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ മുക്കിക്കൊന്നതിനെ പറ്റി അള്ളാഹ് പറയുമ്പോൾ അള്ളാഹ് പറയും ഇമ്മാ ഖതീആതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലൂ നാറ, അവരുടെ തിന്മകൾ കാരണത്താൽ അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. ഫഉദ്ഖിലൂ നാറ, അങ്ങനെ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ അള്ളാഹ് ഈ ആയത്തുകളെ കൂടെ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തിന്മകൾ എന്നുള്ളത് അതിന് ശക്തമായ അനന്തരഫലമുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ത്? നമ്മുടെ ഉപ്പയും ഉമ്മയുമായ ആദം അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ഹവ്വ അലൈഹി ഇസ്ലാം, അവർ രണ്ടുപേരോടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആദ്യം പ്രവേശിപ്പിച്ചത് സ്വർഗത്തിലാണ്. നമ്മൾ ഓരോരുത്തരും എത്താൻ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന അതേ സ്വർഗം, അതേ സ്വർഗത്തിലായിരുന്നു നമ്മുടെ ഉപ്പയും ഉമ്മയും ആദ്യം ഉണ്ടായിരുന്നു. അള്ളാഹു ആദ്യം അവരെ താമസിപ്പിച്ചത് അതേ സ്വർഗത്തിലാണ്. അവരോട് സ്വർഗത്തിൽ ചെയ്യാൻ, അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിച്ചോളാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തോളാനും പറഞ്ഞു. പക്ഷേ ഒരൊറ്റൊരു കാര്യം മാത്രമേ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞത്, ആ ഒരു മരം, ആ മരത്തിൽ നിന്ന് കഴിക്കരുത്, ആ മരത്തിലേക്ക് പോലും അടുക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് വിലക്കി. പക്ഷെ ആ തെറ്റ് അവർ ചെയ്ത കാരണത്താൽ അത് അവർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തു. അവർ തൗബ ചെയ്തു, അതൊക്കെ ശരി തന്നെ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, നബിയായി തിരഞ്ഞെടുത്തു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ തെറ്റിന്റെ അനന്തര ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? ആദം അലൈഹി ഇസ്ലാമും ഹവ്വ അലൈഹി ഇസ്ലാമും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടത്. നമ്മുടെ തെറ്റുകൾ പുറത്ത് കിട്ടുക, അതിന് ശിക്ഷ ലഭിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കാര്യം, അത് ആഖിറത്തിലെ വിഷയം. റബ്ബ് അങ്ങേയറ്റം പുറത്തു തരും. പക്ഷെ അതിന് റബ്ബ് ചില അനന്തര ഫലങ്ങൾ നിശ്ചയിക്കും, ചില ആഫ്റ്റർ എഫക്റ്റ് നിശ്ചയിക്കും. ആ അനന്തര ഫലങ്ങൾ ചിലപ്പോ എന്തായിക്കൊള്ളുന്നില്ല, അതില്ലാതായിക്കൊള്ളുന്നില്ല. ചിലപ്പോ റബ്ബ്, നമ്മൾ നേരത്തെ പറഞ്ഞു, മിക്കതും റബ്ബ് വിട്ടുതരും. വയഅഫു അൻ കസീർ, ഭൂരിഭാഗവും റബ്ബ് വിട്ടുതരികയാണ് ചെയ്യാൻ. അവൻ അഫൂവാണ്, ഗഫൂറാണ്, പരമാവധി വിട്ടുതരും. പക്ഷേ ചില കാര്യങ്ങൾക്ക് അള്ളാഹു അനന്തര ഫലം നിശ്ചയിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ടാലും നമുക്കതിന് ആഖിറത്തിൽ ശിക്ഷ ലഭിക്കാതിരുന്നാലും ദുനിയാവിൽ ആ തിന്മകൾ കാരണത്താൽ റബ്ബ് നമ്മൾക്ക് നിശ്ചയിക്കുന്ന അനന്തര ഫലങ്ങൾ നമ്മൾ വളരെയധികം പേടിക്കേണ്ട കാര്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പേടിച്ചിരുന്ന ഒരു കാര്യം ഇതാ. സലഫുകൾ അവരുടെ ജീവിതത്തിൽ, നമ്മുടെ നല്ലവരായ സ്വാലിഹീങ്ങളായ മുൻഗാമികൾ, അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരു കാര്യം ഈ കാര്യം. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, സുഫിയാൻ സൗരി റഹിമഹുല്ലാ സലഫുകളിൽപ്പെട്ട, മുൻഗാമികളിൽപ്പെട്ട വളരെ വലിയൊരു ഇമാമാണ്, മുഹദ്ദിസാണ്. അദ്ദേഹം ഇതുപോലെ ഒരു ഹജ്ജിന്റെ വേളയിൽ അങ്ങേയറ്റം ശക്തമായി കരയുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ കാണാനിടയായി. എന്നുവെച്ചാൽ ആ ഹജ്ജിന്റെ വേളയിൽ, ആ ഹജ്ജ് കർമ്മത്തിനായി കൂടി നിൽക്കുന്ന ആളുകളിൽ ചിലപ്പോൾ അദ്ദേഹത്തിനോളം ശക്തമായി കരയുന്ന വേറെ ആരെയും ഉണ്ടാവില്ല. അത്രയധികം അദ്ദേഹം ശക്തമായി കരയാം. അപ്പോ ഈ ശിഷ്യൻ ഇത് കണ്ടപ്പോ, ശിഷ്യനെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല, അദ്ദേഹം ആരും കാണാതെ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ നിയന്ത്രണം വിട്ടുപോയപ്പോ ശിഷ്യൻ അത് കണ്ടു. ശിഷ്യൻ അത് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? താങ്കൾ തെറ്റുകളെ പറ്റി ആലോചിച്ചിട്ടാണോ? താങ്കളുടെ തെറ്റുകൾ അത് അള്ളാഹു പുറത്തു തരില്ല എന്ന് ചിന്തിച്ചിട്ടാണോ താങ്കൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ
സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല നിലത്തുണ്ടായിരുന്ന ഒരു മണൽത്തരി എടുത്തിട്ട് ചെറിയൊരു എന്തോ ഒരു സാധനം ഊതിയാൽ പറക്കുന്ന ഒരു ചെറിയൊരു കാര്യം എടുത്തിട്ട് അതിങ്ങനെ ഊതി പറപ്പിച്ചിട്ട് പറയാണ്, അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ വിശാലതയുടെ മുന്നിൽ എന്റെ തെറ്റുകൾ ഇത്രത്തോളം പോലും വരൂല, ഇത്ര പോലും വരികയില്ല. എന്നുവെച്ചാൽ അവൻ എന്റെ തെറ്റുകൾ പുറത്തു തരുമോ എന്നതിനെ പറ്റി ആലോചിച്ചിട്ടല്ല ഞാൻ പേടിക്കുന്നത്, മറിച്ച് ഞാൻ ചെയ്ത ഈ തെറ്റുകൾ അത് എന്റെ ഹിദായത്ത് നഷ്ടപ്പെടാനുള്ള കാരണമായി റബ്ബ് നിശ്ചയിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അതിന് ഒരുപാട് അനന്തരഫലം ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും നമ്മൾ പേടിക്കേണ്ട അനന്തരഫലമാണ് എന്ത്? ഈ തെറ്റ് നമ്മളുടെ അവസാന കാലത്ത് നമ്മളിൽ നിന്ന് നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമായി റബ്ബ് നിശ്ചയിക്കുക എന്നുള്ളത് അത് നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അമാലു ബിൽ ഖവാത്തീം, എല്ലാ അമലുകളും പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനം നോക്കിയിട്ടാണ്. ഒരുത്തൻ അവന്റെ 50-60 കൊല്ലം മുഴുവൻ ഇബാദത്തുകളായി കഴിച്ചുകൂട്ടി മരിക്കുന്നതിന് ഒരു മാസം 2 മാസം മുമ്പ് അവൻ ഹറാമുകൾ ചെയ്തു തുടങ്ങി, മരിക്കുന്നത് വരേക്കും ഹറാമുകൾ തന്നെയാണെങ്കിൽ അവൻ ആ ഹറാമ് ചെയ്യുന്ന ആളായിട്ടാണ് എന്ത് ചെയ്യുക? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, ഇബാദത്തുകൾ ചെയ്യുന്നവനായിട്ടല്ല. അതേപോലെ നേരെ തിരിച്ചും അങ്ങനെ തന്നെ. ഒരാൾ ഒരുപാട് കാലം ഹറാമുകൾ ചെയ്ത് അവസാന കാലത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ നല്ലൊരാളായിട്ടാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. സലഫുകൾ ഏറ്റവും അധികം പേടിച്ചിരുന്ന ഒരു കാര്യമാണ് തെറ്റുകളുടെ അനന്തരഫലം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി നിശ്ചയിക്കുമോ എന്നത്. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്താ പറയുക, നമ്മൾക്കൊന്നും ബാധിക്കാത്ത കാര്യമൊന്നുമല്ല. നമുക്ക് ഓരോരുത്തർക്കും ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് ഒരൊറ്റ സെക്കൻഡ് മതിയാവും. ഒരൊറ്റ സെക്കൻഡ് മതി. ഒരുപാട് വലിയ സമയമൊന്നും വേണ്ട. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഹിദായത്ത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം മതിയാവും. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. എത്രയോ ആളുകൾ, മുൻഗാമികൾ, ചരിത്രങ്ങൾ കാണാം, ഒരുപാട് വർഷങ്ങൾ തുടരെ ഇബാദത്തുകൾ കഴിച്ചുകൂട്ടിയ ആളുകൾ അവസാന കാലം വൃത്തികേടുകളും ഹറാമുകളും കുഫ്റ് വരെ ചെയ്തിട്ട് അള്ളാഹുവിനെ നിഷേധിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് ഒരാളെ അബ്ദുള്ള അൽ ഖുസൈമി അല്ലെങ്കിൽ ഖസീമി എന്ന് പറഞ്ഞ ഒരാളെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. അയാളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ യുവത്വത്തിലേക്ക് കടന്ന് ആ ഒരു സമയം എത്തുമ്പോഴേക്കും അദ്ദേഹം പല കിതാബുകൾ, ദീനിന്റെ വിഷയങ്ങളിൽ എഴുതിയ കിതാബുകൾ കണ്ട് വലിയ ഉലമാക്കൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത്രയധികം ബുദ്ധിശക്തിയും കഴിവും അള്ളാഹു സുബ്ഹാനഹു നൽകിയ ഒരാളായിരുന്നു അദ്ദേഹം. 40-50 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് ഒരു ഷെയ്ഖുൽ ഇസ്ലാമൊക്കെ ആയിത്തീരും എന്നൊക്കെ പല പണ്ഡിതന്മാരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അയാൾ മരണപ്പെട്ടത് കാഫറായിട്ടാണ്, അള്ളാഹുവിനെ നിഷേധിച്ചിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തെറ്റുകൾ, തിന്മകൾ എന്ന് പറയുന്നത് അതിന് വളരെ ഗുരുതരമായ അനന്തരഫലങ്ങളുണ്ട്. ആ അനന്തരഫലങ്ങളെ സംബന്ധിച്ച് നാം ഓരോരുത്തരും കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു, ബഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ആകാശങ്ങളിലും അതുപോലെ തന്നെ ഭൂമിയിലും കടലിലും കരയിലും കുഴപ്പങ്ങൾ വ്യാപകമായിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ പ്രവർത്തിച്ച തിന്മകൾ കാരണത്താൽ. എത്രത്തോളം ഹദീസുകളിൽ കാണാം,
ഹജറുൽ അസ്വദ് നമുക്കൊക്കെ അറിയാം, കഅബയിൽ ഉള്ള ഹജറുൽ അസ്വദ്. ഈ ഹജറുൽ അസ്വദ് ഇന്നുള്ളത് കറുത്ത നിറത്തിൽ. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പെന്ന, കറുത്ത കല്ലെന്നാണ് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ. ഈ ഹജറുൽ അസ്വദ് അത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയതാണ്. ഇത് ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇത് പൂവെള്ള നിറത്തിലാണ്, അങ്ങേയറ്റം വെളുപ്പുള്ള നിറത്തിലായിരുന്നു ഹജറുൽ അസ്വദ്. ഹദീസുകളിൽ കാണാൻ ഈ കല്ല് കറുത്തുപോയത് ഈ ദുനിയാവിലെ മനുഷ്യരുടെയും ജിന്നുകളുടെയും തിന്മകൾ കാരണത്താൽ. എന്നുവെച്ചാൽ നമ്മളിൽ മാത്രമല്ല, പ്രകൃതിയിൽ പോലും, നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളിൽ പോലും തിന്മകൾക്ക് വലിയ സ്വാധീനമുണ്ട്. എത്രത്തോളം സലഫുകൾ പറയാറുണ്ട്, അവരുടെ ജീവിതത്തിൽ തിന്മകൾ വരാതെ നോക്കുന്ന പല മഹത്തുക്കളും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയാൽ അവർ പറയും, ആ തെറ്റിന്റെ അനന്തരഫലം എൻ്റെ വീട്ടുകാരിൽ പോലും ഞാൻ കാണാറുണ്ട്. അതുവരെയും തെറ്റുകൾ ചെയ്യാതെ പോകുന്ന അവസ്ഥയിൽ വീട്ടുകാരുടെ പെരുമാറ്റവും അല്ലെങ്കിൽ അവരുടെ സംസാരവും അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളൊക്കെ നല്ല രൂപത്തിലായിട്ടുണ്ടാവും. ഇയാൾ ഹറാമ് ചെയ്യുമ്പോൾ എന്താ വീട്ടുകാരിലും ആ മാറ്റം കാണും. ആ പണ്ഡിതൻ പറയും, എനിക്ക് പേരും ഓർമ്മയില്ല, അദ്ദേഹം പറയാണ്, ഏറ്റവും മിനിമം എൻ്റെ വാഹനം പോലും, എൻ്റെ കഴുത പോലും എന്ത് ചെയ്യും, അതിൽ ആ ഒരു വ്യത്യാസം കാണിക്കും. എന്നുവെച്ചാൽ എന്തെങ്കിലും അനന്തരഫലം എല്ലാ തെറ്റുകൾക്കും ഉണ്ട്. വളരെ പേടിക്കേണ്ട കാര്യമാണ്. ഈ അനന്തരഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നതിന് ഒരുപാട് ഹിക്മത്തുകൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ശിക്ഷ ഇവിടെ തന്നെ ദുനിയാവിൽ തന്നെ നൽകി കഴിഞ്ഞാൽ ഒരു ഉണർവുണ്ടാവും, ഒരു ബോധം ഉണ്ടാവും. ഇവിടെ നിന്നൊരു ശിക്ഷയും കിട്ടാതെ, ഇവിടെ നിന്നൊരു താക്കീത് നൽകപ്പെടാതെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ നേരെ നരകത്തിലേക്ക് എത്തും, ആ ഹറാമുകൾ തന്നെ മുങ്ങിക്കുളിച്ചിട്ട്. പക്ഷെ ഈ ഹറാമുകൾക്കുള്ള ഒരു ചെറിയൊരു താക്കീത്, ചെറിയൊരു അനന്തരഫലം ഇവിടെ തന്നെ നേരത്തെ അള്ളാഹു നിശ്ചയിച്ചാൽ അവനത്, പല ആളുകൾക്ക് അതൊരുണ്ടാവും, ഒരു തിരിച്ചറിവാവും. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നത് കൊണ്ടാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് അവനുണ്ടാവും. അപ്പൊ ആ തിരിച്ചറിവ് അവൻ എന്ത് ചെയ്യും, അള്ളാഹുലേക്ക് മടങ്ങാനും ആ തെറ്റുകൾ ഒഴിവാക്കാനൊക്കെ വലിയൊരു കാരണമായി തീരും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പേടിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്രയും കാലം ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അതൊക്കെ പുറത്തു കിട്ടാനും അതിന്റെ എല്ലാ അനന്തര ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാനും, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും പല പ്രയാസങ്ങളും നമ്മുടെ പല തിന്മകളുടെ അനന്തരഫലമായിരിക്കും. നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും, ഒരു തെറ്റ് ചെയ്താൽ അനന്തരഫലം ഉണ്ടാവില്ല വിചാരിക്കരുത്. തലപ്പുകൾ പറയാറുണ്ട്, നിന്റെ തെറ്റിനൊരു അനന്തരഫലം നിശ്ചയിച്ചിട്ടില്ല, അതായത് നിന്റെ ജീവിതത്തിൽ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നീ ആശ്വസിക്കണ്ട. അത് ചിലപ്പോ 40 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക, ആ തെറ്റിന് അനന്തരഫലം ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും, ചിലപ്പോൾ നമ്മുടെ കുട്ടിയുടെ മാറാത്ത രോഗമായിരിക്കാം, അസുഖമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ ബറക്കത്തില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ കച്ചവടം ലാഭകരമാകാത്തതായിരിക്കും. എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു ദുരിതമായി പ്രയാസമായി നമ്മൾ കണക്കാക്കുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിരിക്കാം. വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ, കഴിഞ്ഞു പോയതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ, അതിന്റെ അനന്തര ഫലങ്ങൾ അത് നമുക്ക് പരമാവധി നമ്മൾ
അതേപോലെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു വസ്ത്രം, വെള്ള വസ്ത്രം, അത് നമ്മൾ കുറെ കാലം ഇങ്ങനെ കെടുകാതെ ചളിയാക്കി കറയാക്കി അങ്ങനെ കൊണ്ട് നടന്ന് പിന്നെ നമ്മൾ ഒരിക്കൽ നമുക്ക് തോന്നണം അത് വൃത്തിയാക്കി എടുക്കണം, ഇങ്ങനെ പോയാൽ പോരാ എന്ന് നമ്മൾക്ക് തോന്നി നമ്മളത് വൃത്തിയാക്കി 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 ഒരുപാട് കഴുകി 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 എത്ര കഴുകിയാലും നമ്മൾ കുറെ കാലം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ കാരണത്താൽ ചെറിയൊരു പാടും ചെറിയൊരു കറയും അവിടെ ഇവിടെയൊക്കെ ബാക്കിയുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ജീവിതത്തിൽ ആ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ വലിയ അനന്തരഫലങ്ങൾ, ഇനിയിപ്പോ ദുനിയാവിലെ അനന്തരഫലങ്ങളൊക്കെ റബ്ബ് ഇല്ല എന്ന് തന്നെ വിചാരിക്കുക, ആഖിറത്തിൽ നമുക്കത് എന്തായാലും നേരിടേണ്ടി വരും. അതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ, കഴിച്ചിലാവാൻ, രക്ഷപ്പെടാൻ നമ്മൾ ഈ ഒരു റമദാൻ ഉപയോഗപ്പെടുത്തണം. അതിന് നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി എന്നുള്ളത് തൗബയാണ്. ഈ തൗബയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ഇവിടെ ഹദീസിൽ കൊടുത്തതുപോലെ ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പകലിൽ തിന്മ ചെയ്ത ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി, അവന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ കൈ രാത്രിയിൽ നീട്ടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രി തിന്മ ചെയ്തവന് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു പകലിൽ അവന്റെ കൈ നീട്ടിവെക്കുന്നുണ്ട്. ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹ. ഇത് എത്ര കാലം ഉണ്ടാവും? എപ്പോഴും, എല്ലാ കാലവും. ഏതുവരേക്കും? പടിഞ്ഞാറെന്ന സൂര്യൻ ഉദിക്കുന്നത് വരേക്കും. ഖിയാമത്ത് നാളാകുന്ന ആ ദിവസം, അന്ന് സംഭവിക്കുന്ന കാര്യമാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നുള്ളത്. ആ ദിവസം വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? രാത്രി തെറ്റ് ചെയ്താൽ പകല് അള്ളാഹ് പുറത്തു തരും, തൗബ ചെയ്തു തരും, അള്ളാഹു തൗബ സ്വീകരിക്കും. പകല് ചെയ്താൽ രാത്രി, എന്ന് വെച്ചാൽ ഓരോ സന്ദർഭത്തിലും ഇടതടവില്ലാതെ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും തൗബ സ്വീകരിക്കും എന്നതാണ് ഈ ഹദീസിന്റെ അർത്ഥം. അത് അവൻ സ്വീകരിക്കുക, അവൻ അത്ര ഇഷ്ടമുള്ള കാര്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണെന്ത്? അവൻ അവന്റെ കൈ നീട്ടിവെക്കും എന്നുള്ളത്. അവനത് അത്രയും ഇഷ്ടപ്പെടുന്ന, കണക്കിലെടുക്കാൻ വേണ്ടി, അത് നമുക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ അവന്റെ കൈ നീട്ടിവെക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുതലെടുക്കേണ്ടതുണ്ട്. ഞാനടക്കം നാം ഓരോരുത്തരും ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോകുന്ന ആളുകളാണ്. അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതുണ്ട്, ഇനി അബദ്ധത്തിൽ പറ്റുന്നതുണ്ട്, ദേഷ്യം വികാരങ്ങൾ മറ്റൊക്കെ അതിജയിക്കും പറ്റുന്നതുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പല തെറ്റുകൾ പലപ്പോഴായി പറ്റുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, തെറ്റുകൾ പറ്റിപ്പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം, റമദാൻ എന്നുള്ള അവസരം, അത് നമ്മൾ ശരിക്കും മുതലെടുക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റമദാൻ എന്നുള്ളത് തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്ന മാസമാണ്. റമദാൻ എന്നുള്ളത് തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്ന മാസം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, ഈ റമദാനിൽ വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരുപാട് മോചിതരായിട്ടുള്ള ആളുകളുണ്ട് റമദാനിൽ. വദാലിക കുല്ല ലൈല, അത് ഓരോ രാത്രിയും. റമദാനിൽ ഓരോ രാത്രിയും എന്ത് ചെയ്യണം? ഓരോരുത്തരും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവൻ ഈ റമദാനിൽ നല്ല രൂപത്തിലായി തൗബ ചെയ്ത് ഹറാമുകളൊക്കെ ഒഴിവാക്കി വാജിബുൽ പൂർത്തീകരിച്ച് അവൻ മാറ്റം വരുത്തുന്ന സമയമാണ് ഈ റമദാൻ. അങ്ങനെ മാറ്റം വരുത്തേണ്ട സമയമാണ് റമദാൻ. അപ്പൊ ഓരോ ദിവസമാണ് ഓരോരുത്തർ മാറ്റം വരുത്തുന്നത്. ചിലർ ആദ്യത്തെ ദിവസം തന്നെ മാറും, ചിലര് 2, 3, ഓരോ ദിവസങ്ങളിലും മാറ്റം വരുത്തി അങ്ങനെ നരകത്തുനിന്ന് മോചിതരാകുന്ന ആളുകൾ അള്ളാഹുവിനുണ്ട് റമദാൻ മാസത്തിൽ. അത് ഓരോ രാത്രിയിലുണ്ട്.
ഓരോ ഓരോ രാത്രി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾക്കൊരു റബ്ബ് എന്ത് ചെയ്യാണ്, ചാൻസ് തന്നിട്ടുണ്ട്. അത്രയും നമുക്ക് എപ്പോഴും റമദാൻ നമുക്ക് ഓരോ ദിവസവും നമുക്കൊരു അവസരമാണ് റബ്ബിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിന്റെ നിലക്ക് മോചിപ്പിക്കപ്പെടാൻ, തെറ്റുകളുടെ അനന്തരഫലം നമ്മളിൽ നിന്ന് മായ്ച്ചു കളയാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാസത്തെ പ്രാധാന്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഹദീസ് അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിന് അത്രയും ഗൗരവമുള്ള പ്രാർത്ഥനയായതുകൊണ്ടാണ്. എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ജിബ്രീൽ ആരാണ്? അള്ളാഹുവിന്റെ മലക്കുകൾ ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണ്. ആ മലക്കുകൾ സാധാരണ ഒരു മലക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അത്രയും അതിന് പ്രാധാന്യമുണ്ടെന്നിരിക്കെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ പ്രാർത്ഥിക്കുകയും അത് മാത്രമല്ല ആ പ്രാർത്ഥനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമനായ റസൂൽ, നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്രമാത്രം ഗൗരവം ഉണ്ടാവും. അങ്ങനെ ആമീൻ പറഞ്ഞ 3 പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ഒരാൾക്ക് റമദാൻ വന്നെത്തി കിട്ടിയിട്ടും ആ റമദാൻ അവനിലൂടെ കടന്നു പോയി, അവൻ ആ റമദാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും അവന്റെ തെറ്റുകൾ അവന് പൊറുപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ തൊലഞ്ഞു പോകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു മസാല കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു തൗബ എന്നുള്ളത്, അത് തൗബയായി നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഒന്നാമത്തത്, ആ തെറ്റ് നമ്മൾ പൂർണ്ണമായും ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അത് തൗബയാവുകയില്ല. രണ്ടാമത്തത്, ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതിൽ വിഷമമുണ്ടാവും, മനസ്സിന് പ്രയാസം ഉണ്ടാവും, ഖേദമുണ്ടാവും. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരിക്കലും നല്ലൊരു കാലഘട്ടം, എത്ര നല്ലൊരു കാലമായിരുന്നു അതൊക്കെ എന്ന രൂപത്തിൽ സന്തോഷിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതൊരിക്കലും പാടില്ല. മൂന്നാമത്തത്, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ തെറ്റ് ഒരിക്കലും ചെയ്യുകയേ ഇല്ല എന്ന ഉറച്ച തീരുമാനം, സത്യസന്ധമായ ഉറപ്പ് നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. പിന്നെ നാലാമതൊരു നിരപ്പുകൾക്കും ഇടയിലുള്ള തെറ്റുകളാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുത്തു വീട്ടേണ്ടതായിട്ടുള്ള ഹക്ക്, അത് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതാണെങ്കിൽ പൊരുത്തപ്പെടിക്കുക, സാമ്പത്തികമായിട്ടുള്ള അതിക്രമങ്ങളാണെങ്കിൽ ആ സമ്പത്ത് തിരിച്ചു കൊടുക്കുക, ശാരീരികമായിട്ടുള്ള ഉപദ്രവമാണെങ്കിൽ തിരിച്ച് ഉപദ്രവിക്കാൻ നിന്നുകൊടുക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഹക്ക് ആ വ്യക്തിയിൽ നിന്ന് പൊരുത്തം ചോദിച്ച് അദ്ദേഹം നമ്മളെ പറ്റി പൊരുത്തപ്പെടുന്നത് വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് നമുക്ക് പുറത്തു തരികയില്ല. അപ്പൊ ഈ 4 കാര്യങ്ങൾ പടപ്പുകൾ തമ്മിലുള്ള തെറ്റുകളാണ്. അല്ലെങ്കിൽ നമ്മൾ റബ്ബും തമ്മിലുള്ളതാണെങ്കിൽ ഈ ആദ്യത്തെ 3 കാര്യങ്ങൾ അത് പാലിച്ച് തൗബയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ഗുരുതരമായ തെറ്റും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഒരിക്കലും നിരാശപ്പെടരുത്. എനിക്കിങ്ങനെ എൻ്റെ റബ്ബ് പുറത്തു തരിക എന്നുള്ള നിരാശ നമുക്ക് പാടില്ല. അതേസമയം നമുക്കൊരു പേടിയില്ലാത്തൊരവസ്ഥ, നിർഭയത്വവും പാടില്ല. എനിക്കൊക്കെ തൗഹീദ് ഉണ്ടല്ലോ, എനിക്കൊക്കെ ഈമാൻ ഉണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം നിസ്കരിച്ച് ഇനിയിപ്പോ ഞാൻ നരകത്ത് പോരാ എന്നൊരു നിർഭയത്വവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറയുന്നത്, നിന്റെ തെറ്റിന്റെ വലിപ്പം കണ്ട് നീ എന്ത് ചെയ്യേണ്ടത്? നിരാശനാകേണ്ടതില്ല. കാരണം എത്ര വലിയ തെറ്റും പുറത്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. അതേപോലെ തന്നെ നിന്റെ തെറ്റുകൾ എത്ര ചെറുതാണ് എന്ന് വിചാരിച്ച് നീ നിർഭയനാകുകയും വേണ്ട. കാരണം എത്ര ചെറിയ തെറ്റിനും നിന്നെ ശിക്ഷിക്കാൻ കഴിവുള്ളവനുമാണ് നിന്റെ റബ്ബ്.
ഈ രണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഒരേപോലെ വേണം. പ്രതീക്ഷയും വേണം, ഭയവും വേണം. അപ്പൊ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? തൗബ ചെയ്യണം. തെറ്റ് പറ്റിയാൽ തൗബ ചെയ്യാം, വീണ്ടും തെറ്റ് പറ്റിയാൽ വീണ്ടും തൗബ ചെയ്യാം. എപ്പോഴൊക്കെ തെറ്റ് പറ്റുന്നു അപ്പോഴൊക്കെ തൗബ ചെയ്യാം. ഇത് നമ്മൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. മരിക്കും വരേക്കും, നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കും തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ തെറ്റുകളൊക്കെ പുറത്തു തരും. എന്ന് മാത്രമല്ല, ആ തെറ്റുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റുകയും ചെയ്യും. അത് ആർക്ക് മാത്രമുള്ള ഓഫറാണ്? തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ആൾക്ക് മാത്രം. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് മുത്തഖികൾ എന്ന് പറയാം. അല്ലാതെ തെറ്റ് പറ്റാത്ത ആളുകളല്ല മുത്തഖികൾ, തെറ്റ് പറ്റാത്ത ആളുകളല്ല ഔലിയാക്കൾ. മറിച്ച് തെറ്റുകൾ പറ്റുമ്പോഴൊക്കെയും തൗബ ചെയ്തുകൊണ്ടേ ഈ 3 നിബന്ധനകൾ പാലിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. ഈ 3 നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുള്ള തൗബയായിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ തവണ തെറ്റ് പറ്റാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വഴികളൊക്കെ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന തെറ്റ് ഏതാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ തെറ്റ് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഉദാഹരണം, മൊബൈൽ ഫോൺ. ഒരാളുടെ ജീവിതത്തിൽ അയാൾക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും 90% തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റുള്ള മൊബൈൽ ഫോണുമായി ഏതെങ്കിലും ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ആയി തീരുമ്പോഴാണ് എന്നൊരാൾക്ക് കൃത്യമായി അറിയുമെങ്കിൽ ആ ഒറ്റയ്ക്കാകുന്ന ആ സന്ദർഭം മൊബൈൽ ഫോണുമായിട്ട് ആ ഒരു സന്ദർഭം അവന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ജീവിതത്തിൽ 90% തിന്മകളും അവൻ ഒഴിവാക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. തെറ്റുകൾ കടന്നു വരുന്ന വഴികൾ നമുക്ക് കൃത്യമായി അറിയാനും ആ വഴികൾ നമ്മൾ അടച്ചു വെക്കാനും ശ്രദ്ധിക്കുക. പരമാവധി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അഥവാ പറ്റിപ്പോയാൽ തൗബ ചെയ്യുക. അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മരണം വരേക്കും തുടർന്നു കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യമായിട്ടുള്ള ഒരുപാട് തെറ്റുകൾ, നമ്മളെ മാത്രം ബാധിക്കുന്നതും മറ്റു പടപ്പുകളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആ തെറ്റുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരികയും ഈ റമദാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.